ഹലോ സുഹൃത്ത്, നമസ്കാരം. JDS കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 21, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി JDS കറണ്ട് അഫേഴ്സ്. പുതിയ കാര്യങ്ങൾ അറിയാനുള്ളൊരു ആകാംക്ഷ അതുണ്ടാക്കാൻ ശ്രമിക്കൂ. അത് നമ്മുടെ കോൺഫിഡൻസ് ആണ് വർദ്ധിപ്പിക്കുന്നത്. നമുക്ക് കോൺഫിഡൻസ് വർദ്ധിക്കും തോറും ഉണ്ടാകുന്നൊരു മാറ്റമുണ്ട്. നമുക്ക് ആവശ്യം കോൺഫിഡൻസ് ആണ്. അത് നമുക്ക് പ്രാക്ടീസിലൂടെ മാത്രമേ കിട്ടുകയുള്ളൂ. നമ്മൾ സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യും തോറും നമ്മളിൽ ഉണ്ടാകുന്നൊരു ആത്മവിശ്വാസമുണ്ട്. അതാണ് നമ്മുടെ വിജയം. ഇന്ന് മാർച്ച് 21 നമുക്ക് ഇന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് ലീസ്റ്റ് ഹാപ്പിയസ്റ്റ് കൺട്രി ആസ് പെർ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് 2025. 2025 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ഏറ്റവും സന്തുഷ്ടരായ രാജ്യങ്ങൾ. ഇന്നലെയായിരുന്നു ഇന്റർനാഷണൽ ഹാപ്പിയസ്റ്റ് ഡേ. ഇതുമായി ബന്ധപ്പെട്ട് പുതിയ റിപ്പോർട്ട് ആണ് പുറത്തിറങ്ങിയിട്ടുള്ളത്. വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് 2025. ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള രാജ്യം ഏതാണ്? ഇന്ത്യ ഇപ്പോൾ ഏത് റാങ്കിൽ നിൽക്കുന്നു? നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം 147 രാജ്യങ്ങളിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? 118. ആകെ 147 രാജ്യങ്ങൾ. ഇതിലെ ഇന്ത്യയുടെ ഇപ്പോഴത്തെ റാങ്ക് ആണ് 118. ദ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരമാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ റാങ്ക് 118. ആകെയുള്ള രാജ്യങ്ങൾ 147 രാജ്യങ്ങൾ എടുത്തിട്ടുള്ള കണക്കനുസരിച്ചാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. 2025 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് അനുസരിച്ച് ഏത് രാജ്യമാണ് ഒന്നാം സ്ഥാനത്ത്? ഫിൻലാൻഡ്. ഫിൻലാൻഡ് എന്ന രാജ്യമാണ് ഏറ്റവും ഹാപ്പിയസ്റ്റ് കൺട്രി. നോർത്തേൺ യൂറോപ്പിലെ ഒരു രാജ്യമാണ് ഫിൻലാൻഡ്. ഫിൻലാൻഡ് തലസ്ഥാനമാണ് ഹെൽസിങ്കി. ഒഫീഷ്യൽ ലാംഗ്വേജ് ഫിന്നിഷ്, സ്വീഡിഷ്. അവിടുത്തെ പ്രസിഡന്റ് ആണ് അലക്സാണ്ടർ സ്റ്റബ്. ഫിൻലാൻഡ് എന്ന രാജ്യമാണ് ദ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന രാജ്യം. 2025 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യങ്ങൾ ഏതാണ്? ഡെൻമാർക്ക്, ഐസ്ലാൻഡ്, സ്വീഡൻ. 3 രാജ്യങ്ങൾ. ഡെൻമാർക്ക്, ഐസ്ലാൻഡ്, സ്വീഡൻ എന്നീ രാജ്യങ്ങളാണ് ഏറ്റവും ടോപ്പ് ലെവലിൽ നിന്ന് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യങ്ങൾ. ഏറ്റവും ടോപ്പ് ലെവലിൽ ഫിൻലാൻഡ് ആണ്. ഈ 4 രാജ്യങ്ങളും വരുന്നത് യൂറോപ്യൻ കൺട്രിയിലാണ്. ചെറിയ രാജ്യങ്ങളാണ്. 2025 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ തുടർച്ചയായി 8ാം വർഷം ലോകത്തിലെ ഏറ്റവും സന്തുഷ്ടമായ രാജ്യം ഏതാണ്? ഫിൻലാൻഡ്. കഴിഞ്ഞ 8 വർഷമായിട്ട് ഫിൻലാൻഡ് എന്ന രാജ്യമാണ് ദ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന രാജ്യം. 147 രാജ്യങ്ങളിൽ നടത്തിയിട്ടുള്ള സർവേ പ്രകാരമാണ്. അതിൽ ഇന്ത്യ 118 ആണെങ്കിൽ ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന രാജ്യമാണ് ഫിൻലാൻഡ് കഴിഞ്ഞ 8 വർഷമായിട്ട്. 2025 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഏറ്റവും അസന്തുഷ്ടരായ രാജ്യം ഏതാണ്? അഫ്ഗാനിസ്ഥാൻ. അഫ്ഗാനിസ്ഥാൻ ആണ് ഏറ്റവും താഴെ. 147 രാജ്യങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ലാസ്റ്റ് നിൽക്കുന്ന രാജ്യം അഫ്ഗാനിസ്ഥാൻ ആണ്. അതിന് മുകളിൽ നിൽക്കുന്ന രാജ്യമാണ് സെയറ ലിയോന, ലെബനൺ എന്നീ രാജ്യങ്ങളെല്ലാം. ഏറ്റവും താഴെ നിൽക്കുന്ന രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് സെൻട്രൽ അപ്രൂവ്സ് 1500 crore ഇൻസെന്റീവ് ഫോർ UPI ട്രാൻസാക്ഷൻ. UPI ഇടപാടുകൾക്ക് 1500 കോടി പ്രോത്സാഹനം കേന്ദ്രം അംഗീകരിച്ചു. ഒരു ഇൻസെന്റീവാണ് ഇപ്പോൾ കേന്ദ്രം അനുവദിച്ചിട്ടുള്ളത്. 1500 കോടി രൂപയാണ് UPI വഴിയുള്ള ട്രാൻസാക്ഷന് വേണ്ടി സർക്കാർ മാറ്റിവെച്ചിട്ടുള്ളത്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. BHIM UPI ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി പ്രോത്സാഹന പദ്ധതിയായി വ്യാപാരികൾക്ക് കേന്ദ്ര മന്ത്രിസഭ എത്ര തുക അംഗീകരിച്ചു? 1500 കോടി രൂപ. അതായത് BHIM UPI ട്രാൻസാക്ഷൻ. ഇതനുസരിച്ച് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ സർക്കാർ യൂണിയൻ ക്യാബിനറ്റ് 1500 കോടി രൂപയാണ് ഇൻസെന്റീവ് സ്കീം എന്ന രീതിയിൽ മാറ്റിവെച്ചിട്ടുള്ളത്. അതായത് ഓരോ ട്രാൻസാക്ഷനും അതിന് കിട്ടുന്ന ചെറിയൊരു ഇൻസെന്റീവ് എന്ന രീതിയിലുള്ള ഒരു മാറ്റമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. BHIM UPI ഇടപാടുകളെക്കുറിച്ച് പുതിയ പദ്ധതി പ്രകാരം ഇടപാടിന് എത്ര തുക വരെ പ്രോത്സാഹനങ്ങൾ ബാധകമാണ്? ഓരോ ഇടപാടിനും 0.15% പ്രോത്സാഹന നിരക്ക്. യഥാർത്ഥത്തിൽ ഈ ഒരു ഇൻസെന്റീവ് ലഭിക്കുന്നത് കൺസ്യൂമേഴ്സിനല്ല, മെർച്ചൻസിനാണ്. അതായത് ചെറിയ കച്ചവടക്കാർ. ഇവരുടെ ചെറിയ ലെവലിലുള്ള ആ ട്രാൻസാക്ഷൻ അത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി UPI BHIM ട്രാൻസാക്ഷൻ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അവർക്ക് 0.15% ഇൻസെന്റീവ് പെർ ട്രാൻസാക്ഷൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഓരോ പ്രദേശങ്ങളിലും ഇനി മുതൽ പൂർണ്ണമായിട്ടും ആ ട്രാൻസാക്ഷൻ അത് UPI വഴി ആയിരിക്കണം എന്ന് അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു ചെറിയൊരു ഇൻസെന്റീവ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുള്ളതും 1500 കോടി രൂപ അതിനുവേണ്ടി മാറ്റിവെച്ചിട്ടുള്ളതും. എത്ര തുക വരെയുള്ള ഇടപാടുകൾക്ക് സർക്കാർ 0.15%
പ്രോത്സാഹന നിരക്ക് നിശ്ചയിച്ചിട്ടുണ്ട് 2000 രൂപ. അതായത് ചെറുകിട കച്ചവടക്കാർ ഇവരുടെ സാധാരണ ട്രാൻസാക്ഷൻ എപ്പോഴും 2000 രൂപയിലേക്ക് ആയിരിക്കുള്ളൂ. 2000 രൂപ ഒരു ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോൾ മിക്കവാറും ചെറുകിട കച്ചവടക്കാരായിരിക്കുള്ളൂ. അപ്പോൾ അവരെ ആ ക്യാഷ് നിരുത്സാഹപ്പെടുത്തുകയും UPI ട്രാൻസാക്ഷൻ വഴി പേയ്മെൻറ്റ് നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രോത്സാഹനം എന്ന ലെവലിലാണ് 0.15% ഇൻസെൻറ്റീവ്സ് ഇപ്പോൾ സർക്കാർ നിശ്ചയിച്ചിട്ടുള്ളത്. 2024-25 BIM UPI പിയർ ടു പിയർ വ്യാപാരി P2M ഇടപാടുകൾ പ്രകാരം 2025 സാമ്പത്തിക വർഷത്തോടെ പ്രതീക്ഷിക്കുന്ന ആകെ തുക എത്രയാണ്? 200 ബില്യൺ. ഈ വരുന്ന ഫിനാൻഷ്യൽ ഇയറിലെ സർക്കാർ 200 ബില്യൺ രൂപയുടെ ഒരു ട്രാൻസാക്ഷൻ ആണ് പ്രതീക്ഷിക്കുന്നത്. പൂർണ്ണമായിട്ടും ഇനി ഇന്ത്യയിൽ UPI ട്രാൻസാക്ഷൻ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഒരു ലക്ഷ്യമാണ് 200 ബില്യൺ എന്ന ലക്ഷ്യം. അതുപോലെ തന്നെ 0.15% ഇൻസെൻറ്റീവ്സ് ആണ് ഇപ്പോൾ സർക്കാർ ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. ഒരു കറണ്ട് അഫയേഴ്സിൻ്റെ ഹെഡിംഗ് ആണ് IPL 2025 സലൈവ ബാൻ ലിഫ്റ്റഡ് 2 balls ഫോർ സെക്കൻഡ് ഇന്നിംഗ്സ്. IPL 2025 ഉപനീർ നിരോധം നീക്കി 2 ഇന്നിംഗ്സിന് 2 പന്തുകൾ. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള തീരുമാനമാണ് IPL. ഇനി സലൈവ ബാൻ അത് മാറ്റിവെച്ചിരിക്കുകയാണ്. നമുക്ക് കറണ്ട് അഫയേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. COVID-19 പാൻഡമിക്കിന് ശേഷം ഉപനീർ ഉപയോഗം വീണ്ടും അവതരിപ്പിച്ച ആദ്യത്തെ പ്രധാന ക്രിക്കറ്റ് ടൂർണമെന്റ് ഏതാണ്? IPL 2025. നമുക്ക് കാണാൻ സാധിക്കാറുണ്ട് ബൗളേഴ്സ് എപ്പോഴും അവർ ഉമിനീർ എടുത്തുകൊണ്ട് ബോളിലേക്ക് പെരട്ടുകയും ആ ബോൾ അതിനെ കൂടുതലായിട്ട് ഷൈനിങ് വരുത്തുന്നതിന് വേണ്ടിയുള്ള ആ ഒരു പ്രയോഗം, അത് ഉമിനീർ ഉപയോഗിക്കുന്ന ആ പ്രയോഗം COVID-19 സമയങ്ങളിൽ നിരോധിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും ആ ഉമിനീർ പ്രയോഗം അത് മാറ്റിയിരിക്കുകയാണ്. ഇതനുസരിച്ച് ഇപ്പോൾ IPL 2025 ആ ഒരു ഉമിനീർ നിരോധനം അത് മാറ്റിയിരിക്കുകയാണ്. ഇനി മുതൽ ബൗളേഴ്സിന് ഉമിനീർ ഉപയോഗിച്ചുകൊണ്ട് ബോൾ അത് ഷൈൻ ചെയ്യിക്കാനും അതനുസരിച്ച് ബോൾ ചെയ്യാനുള്ള പെർമിഷൻ ലഭിച്ചിരിക്കുകയാണ്. COVID-19 പാൻഡമിക്കിന് ശേഷം ഏത് അതോറിറ്റിയാണ് ക്രിക്കറ്റിൽ ഉമിനീർ ഉപയോഗിക്കുന്നത് നിരോധിച്ചതും ഉമിനീർ നിരോധനം 2025 മാർച്ച് 19 നീക്കിയതും? ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ BCCI. COVID-19 ശേഷം BCCI ആണ് ഉമിനീർ നിരോധനം, അതായത് സലൈവ അതിൻ്റെ ഉപയോഗം ബാൻ ചെയ്തിട്ടുള്ളതും. എന്നാൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന IPL 2025 അത് വീണ്ടും ഉപയോഗിക്കാം എന്ന രീതിയിലുള്ള ഒരു നിരോധനം മാറ്റിവെച്ചതും BCCI ആണ്. BCCI എന്നാൽ ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് 10,152 ഇന്ത്യൻസ് ഇംപ്രിസൺഡ് ഇൻ ഫോറിൻ ജയിൽസ്. വിദേശ ജയിലുകളിൽ തടവിലാക്കപ്പെട്ട 10,152 ഇന്ത്യക്കാർ. ഇന്നിപ്പോൾ വിദേശ ജയിലുകളിൽ 10,152 ഇന്ത്യൻസ് ആണ് ജയിലിലുള്ളത്. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 മാർച്ച് 20 കേന്ദ്രമന്ത്രിയുടെ ഡാറ്റ പ്രകാരം ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരെ ജയിലിൽ അടച്ച രാജ്യം ഏതാണ്? സൗദി അറേബ്യ 2633 ഇന്ത്യക്കാർ. ഇന്ന് പല രാജ്യങ്ങളിലായിട്ട് ഇന്ത്യക്കാർ ജയിലിലുണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ ജയിലിൽ ഉള്ളത് അത് സൗദി അറേബ്യയിലാണ്. 2633 ഇന്ത്യക്കാർ. ആകെ 10,152 ഇന്ത്യൻസ് ആണ് പല രാജ്യങ്ങളിലായിട്ട് ജയിലിൽ കഴിയുന്നത്. 2025 മാർച്ച് 20 കേന്ദ്രമന്ത്രിയുടെ ഡാറ്റ പ്രകാരം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഇന്ത്യക്കാരുടെ എണ്ണം എത്രയാണ്? 49 ഇന്ത്യക്കാർ. അതായത് പല ഫോറിൻ ജയിൽസിലും 49 ഇന്ത്യക്കാർ വധശിക്ഷ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 2025 മാർച്ച് 20 കേന്ദ്രമന്ത്രിയുടെ കണക്കുകൾ പ്രകാരം ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ ജയിലിൽ കഴിയുന്ന രണ്ടാമത്തേതും മൂന്നാമത്തേതും രാജ്യങ്ങൾ ഏതാണ്? UAE, നേപ്പാൾ. അതായത് ഇന്ത്യയുടെ അയൽ രാജ്യമായ നേപ്പാൾ ആണ് 3-ാം സ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരെ ജയിലിൽ അടച്ചിട്ടുള്ളത്. ഈ ലിസ്റ്റ് പ്രകാരം ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന രാജ്യമാണ് സൗദി അറേബ്യ 2633. തൊട്ടു താഴെയാണ് UAE, 3-ാം സ്ഥാനത്ത് നേപ്പാൾ. ഇന്നത്തെ ഒരു കറണ്ട് അഫയേഴ്സിലെ ഒരു ഹെഡിംഗ് ആണ് ദ മിസ് വേൾഡ് പീച്ചിയൻ ഈസ് എസ്റ്റിമേറ്റഡ് ടു കോസ്റ്റ് ₹54 crore. മിസ് വേൾഡ് മത്സരത്തിന് 54 കോടി രൂപ ചെലവാകുമെന്ന് കണക്കാക്കപ്പെടുന്നു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് മിസ് വേൾഡ് കോമ്പറ്റീഷൻ നടത്താൻ പോവുകയാണ് ഇന്ത്യയിൽ. അതിന് ഏകദേശം 54 കോടി രൂപ വരുമെന്നാണ് പ്രതീക്ഷ. ഏത് സംസ്ഥാനത്താണ് അടുത്ത മിസ് വേൾഡ് നടത്താൻ പോകുന്നത്? എത്രാമത്തെ മിസ് വേൾഡ് ആണ് ഇപ്പോൾ നടത്താൻ പോകുന്നത്? നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 മാർച്ച് 7 മെയ് 31 ഇടയിൽ 72ാമത് മിസ് വേൾഡ് മത്സരം സംഘടിപ്പിക്കുന്ന ഇന്ത്യയിലെ ഏത് സംസ്ഥാനമാണ്? തെലങ്കാന. തെലങ്കാനയിൽ മെയ് 7 മുതൽ മെയ് 31 വരെ
മിസ് വേൾഡ് കോമ്പറ്റീഷൻ നടക്കാൻ പോവുകയാണ്. ഇത് 54 കോടി രൂപയുടെ ഒരു മുതൽ മുടക്കുള്ള ഒരു കോമ്പറ്റീഷൻ ആണ്. 72ാമത്തെ മിസ് വേൾഡ് കോമ്പറ്റീഷൻ ആണ് നടക്കാൻ പോകുന്നത്. 71ാമത്തെ മിസ് വേൾഡ് കോമ്പറ്റീഷൻ നടന്നിട്ടുള്ളതും ഇന്ത്യയിൽ വെച്ച് തന്നെയാണ്. മുംബൈയിൽ വെച്ചാണ് ഈ ഒരു മത്സരം നടന്നിട്ടുള്ളത്. തെലങ്കാനയിൽ നടക്കാനിരിക്കുന്ന മിസ് വേൾഡ് മത്സരത്തിന്റെ ചെലവ് പങ്കിടുന്ന 2 സംഘടനകൾ ഏതാണ്? തെലങ്കാന ടൂറിസം വകുപ്പും മിസ് വേൾഡ് ലിമിറ്റഡും. മിസ് വേൾഡ് ലിമിറ്റഡ് ഒപ്പം തന്നെ തെലങ്കാന ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഒരുമിച്ചാണ് വരാൻ പോകുന്ന മെയ് 7 മുതൽ മെയ് 31 വരെ നടക്കാൻ പോകുന്ന 72ാമത്തെ മിസ് വേൾഡ് പീച്ചിനിലേക്ക് വേണ്ടിയുള്ള ആ ചിലവ് പങ്കുവയ്ക്കാൻ പോകുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ മിസ് വേൾഡ് ആരാണ്? റീത്ത ഫറിയ, 1966. 1966 ഇന്ത്യയിൽ നിന്ന് ആദ്യത്തെ ഒരു വ്യക്തി, ഒരു ആദ്യത്തെ ഇന്ത്യൻ മിസ് വേൾഡ് ആകുന്നത്. അത് റീത്ത ഫറിയയാണ്. അതിനുശേഷം 94 ഐശ്വര്യ റായും, പിന്നീട് ഡയാന ഹെയ്ഡൻ, യുക്ത മുഖി, പ്രിയങ്ക ചോപ്ര, മാനുഷി ചില്ലർ എന്നിവർ മിസ് വേൾഡ് ആയി. ഏറ്റവും ലാസ്റ്റ് ആയിട്ട് മിസ് വേൾഡ് ആയിട്ടുള്ളത് മാനുഷി ചില്ലർ ആണ് 2017. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ലാസ്റ്റ് ന്യൂസ് ആണ്. ക്യാബിനറ്റ് അപ്രൂവ്സ് നാംറൂപ്പ് 4 ഫെർട്ടിലൈസർ പ്ലാന്റ്. നാംറൂപ്പ് 4 വളപ്രയോഗ പ്ലാന്റിന് മന്ത്രിസഭ അംഗീകാരം നൽകി. എവിടെയാണ് നാംറൂപ്പ്? നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 മാർച്ച് 19 ഏത് സംസ്ഥാനത്താണ് പുതിയ ബ്രൗൺഫീൽഡ് അമോണിയ യൂറിയ കോംപ്ലക്സ് നാംറൂപ്പ് 4 വളപ്രയോഗ പ്ലാന്റിന് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയത്? അസം. അസമിലാണ് നാംറൂപ്പ്. അസമിലെ ദിബ്രുഗഡ് ഡിസ്ട്രിക്റ്റിലാണ് നാംറൂപ്പ്. ഇവിടെയാണ് ഇപ്പോൾ കേന്ദ്രം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ മാർച്ച് 19 ഒരു പുതിയ യൂറിയയുടെ പ്രൊഡക്ഷൻ യൂണിറ്റിനുള്ള അംഗീകാരം നൽകിയിട്ടുള്ളത്. നാംറൂപ്പിലെ പുതിയ ബ്രൗൺഫീൽഡ് അമോണിയ യൂറിയ കോംപ്ലക്സിൽ നിന്നുള്ള യൂറിയ ഉൽപ്പാദനത്തിന്റെ വാർഷിക ശേഷി എത്രയായിരിക്കും? 12.7 ലക്ഷം മെട്രിക് ടൺ LMT. ഇന്ന് മിക്കവാറും എല്ലാ ഫെർട്ടിലൈസേഴ്സ് കമ്പനികളിലെ ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് യൂറിയ. ഇതനുസരിച്ച് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരാൻ പോകുന്ന മാർച്ച് 19 അംഗീകരിച്ചിട്ടുള്ള പുതിയ ബ്രൗൺഫീൽഡ് അമോണിയ യൂറിയ കോംപ്ലക്സ് ഇതിന് 12.7 ലക്ഷം മെട്രിക് ടണ്ണിന്റെ ഉൽപ്പാദന ശേഷിയാണുള്ളത്. ഏത് സ്ഥലത്താണ് പുതിയ ബ്രൗൺഫീൽഡ് അമോണിയ യൂറിയ കോംപ്ലക്സ് നാംറൂപ്പ് 4 വളപ്രയോഗ പ്ലാന്റ് സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത്? ബ്രഹ്മപുത്ര വാലി ഫെർട്ടിലൈസർ കോർപ്പറേഷൻ ലിമിറ്റഡ്, നാംറൂപ്പ്. ആസാമിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഫെർട്ടിലൈസർ കമ്പനിയാണ് ബ്രഹ്മപുത്ര വാലി ഫെർട്ടിലൈസർ കോർപ്പറേഷൻ ലിമിറ്റഡ്, BVFCL. ഇത് ഡിബ്രുഗഡ് ഡിസ്ട്രിക്റ്റിലെ നാംറൂപ്പ് എന്ന സ്ഥലത്താണ്. ഇവിടെയാണ് ഇപ്പോൾ വരാൻ പോകുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബ്രൗൺഫീൽഡ് അമോണിയ യൂറിയ കോംപ്ലക്സ്. ഇതിന്റെ കപ്പാസിറ്റിയാണ് 12.7 ലാക്ക് മെട്രിക് ടൺ. നമ്മളിന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 20ഓളം കറണ്ട് അഫയേഴ്സ് ജനറൽ നോളജ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ജെഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.